إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ഉമ്മത്തിന്റെ, ഈ സമുദായത്തിന്റെ ആയുസ് പ്രായമായി പറഞ്ഞത് ഏവറേജ് 60-ന്റെയും 70-ന്റെയും ഇടയിൽ എന്നാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഇല 70. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ പ്രായം. എന്നാൽ വളരെ നൈമിഷികമായി, വളരെ നശ്വരമായി നമുക്ക് കിട്ടുന്ന ഈ ദുനിയാവിലെ ജീവിതം, ആ ജീവിതം നമുക്ക് നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ജീവിച്ചു കടന്നുപോയ സമുദായങ്ങളുടെ ആയുസ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഉമ്മത്തിനേക്കാളും കൂടുതൽ ആയുസ് നൽകപ്പെട്ടവരായിരുന്നു അവർ. പിന്നെ 1000-ഉം 1000-ത്തിനു മേലെയും ഒക്കെ ദീർഘമായ വർഷങ്ങൾ ജീവിച്ചവരായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ദഅവ പറയുന്നിടത്ത് പോലും പറഞ്ഞത് 950 കൊല്ലം അദ്ദേഹം ദഅവത്ത് നടത്തിയെന്നാണ്. എന്നാൽ ചുരുക്കം ആയുസ് കിട്ടിയ ഈ ഉമ്മത്തിലെ നമ്മൾ ഓരോരുത്തർക്കും വലിയ നന്മകൾ നമുക്ക് വാരിക്കൂട്ടാനുള്ള അവസരം ഈ ചെറിയ ഒരു കാല പരിധിക്കുള്ളിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ റഹ്മത്തിന്റെ ഭാഗമായി നമ്മുടെ ആയുസ് കുറവാണെങ്കിലും നമുക്ക് ഒരുപാട് കഴിഞ്ഞ തലമുറകളിൽ 600-ഉം 1000-ഉം വർഷം ജീവിച്ച മനുഷ്യരുടെ അത്രയും നന്മകൾ വാരിക്കൂട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നാണ്. അതെങ്ങനെയാണ് സാധിക്കുക? 60 കൊല്ലം ജീവിച്ച ഒരാൾക്ക് 600 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന്റെ അത്രയും നന്മ എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനു നൽകിയ പ്രത്യേകമായ ചില ഓഫറുകളാണ്, ചില പ്രത്യേകമായ സന്ദർഭങ്ങൾ, ചില പ്രത്യേകമായ ദിവസങ്ങൾ, ചില പ്രത്യേകമായ സ്ഥലങ്ങൾ. ഇവക്ക് അവിടെ ചെയ്യുന്ന, ആ സന്ദർഭത്തിൽ ചെയ്യുന്ന ആരാധനകൾക്ക് വലിയ ഇരട്ടിയായി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഉദാഹരണം പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്ന ഒരു രാവ് നമുക്കറിയാം, ഖൈറും മിൻ അൽഫി ഷഹറാണ്. ഒരു മനുഷ്യന് ഒരു ആയുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും നന്മ ഒരു രാവ് കൊണ്ട് കിട്ടുകയാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും ഹദീസുകളിൽ കാണാം, കുത്തിബ ലഹു ഹസന, അവനൊരു നന്മയായി അത് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ഇനി അവന് ചെയ്താലോ, ആ നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ് ഒരു നന്മ ചെയ്താൽ. അതേപോലെ നമുക്ക് ധാരാളം അത്തരം ദിവസങ്ങളെ, മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ പലതിനെയും ശ്രേഷ്ഠമായി കാണാറുണ്ട്. എന്നാൽ ഇസ്ലാമിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിനും ഒരു മാസത്തിനും പ്രത്യേകമായ കാലത്തിനും ശ്രേഷ്ഠത കൽപ്പിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കണം. അല്ലാഹു ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടില്ലാത്ത ഒന്നിനെ നമുക്ക് ശ്രേഷ്ഠത കൽപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു ശ്രേഷ്ഠത കൽപ്പിച്ചതിനെ നമ്മൾ ശ്രേഷ്ഠത ഇല്ലെന്ന് പറയാനും പാടില്ല. ഇവിടെ ചില മാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഫضലുകൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ തന്നെ അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 എണ്ണമാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രമാണ്. 4 മാസം പവിത്രമാണ്, ഹുറുമത്തുള്ളതാണ്. ഏതൊക്കെയാണ്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഇതിൽ 3 മാസം തുടർച്ചയായി വരുന്നതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയും അതിനോട് അനുബന്ധിച്ചുള്ള 3 മാസങ്ങളാണ് ദുൽഖഅദ, അതേപോലെ തന്നെ ദുൽഹിജ്ജ, മുഹറം. ഈ മാസങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു ചില പ്രത്യേക വ്യക്തികളെ, അതേപോലെ തന്നെ പ്രത്യേകമായ സ്ഥലങ്ങളെ എല്ലാം അള്ളാഹു പ്രത്യേകമാക്കിയെന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ഇസ്തഫാ സഫായാ മിൻ ഖൽഖിഹി ഇസ്തഫാ മിനൽ മലായികത്തി റുസുലൻ. അള്ളാഹു മലക്കുകളിൽ നിന്ന് പ്രത്യേകമായി ദൂതന്മാരെ തെരഞ്ഞെടുത്തു, ജിബ്രീൽ അലൈഹിസ്സലാമയെ പോലെ. വമിനൻ നാസി റുസുലൻ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരിൽ നിന്ന് പ്രത്യേകമായി അമ്പിയാക്കളെ, പ്രവാചകന്മാരെ പ്രത്യേകമാക്കി തെരഞ്ഞെടുത്തു. വസ്തഫാ മിനൽ കലാം, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ സംസാരമായി ദിക്റഹു, അല്ലാഹുവിന്റെ ദിക്റിനെ, അല്ലാഹുവിന്റെ ഖുർആനിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ മിനൽ അർള്, ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമായി അല്ലാഹു മസ്ജിദുകളെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിനശ് ശുഹൂർ,
മാസങ്ങളിൽ വെച്ച് അള്ളാഹു ഒരു തെരഞ്ഞെടുക്കൽ സെലക്ഷൻ നടത്തി. അത് ഏതിനെയാണ് അള്ളാഹു സെലക്ട് ചെയ്തത്? റമളാന വൽ അശ്ഹുരിൽ ഹുറും. ആ റമളാനെയും അതേപോലെ തന്നെ പവിത്രമായ മാസങ്ങളെയും അള്ളാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ മിനൽ അയ്യാം, ദിവസങ്ങളിൽ വെച്ച് അള്ളാഹു സെലക്ട് ചെയ്തത് ഏതിനെയാണ്? യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തെ, വെള്ളിയാഴ്ച ദിവസത്തെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു. വസ്തഫാ മിനൽ ലയാലി, രാത്രികളുടെ കാര്യത്തിൽ ഒരു രാത്രിയെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു, ലൈലത്തുൽ ഖദർ. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫഅല്ലിമു മാ അല്ലമല്ലാ, അള്ളാഹു ബഹുമാനിച്ചതിനെ, അള്ളാഹു മഹത്വം കൽപ്പിച്ചതിനെ ഫഅല്ലിമു, നിങ്ങളും മഹത്വം കൽപ്പിക്കുക, നിങ്ങൾ അതിനെ ആദരിക്കുക എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ബന്ധപ്പെട്ട് നിരവധി വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളിൽ നിന്നും അതിന്റെ ശ്രേഷ്ഠത നമുക്ക് എമ്പാടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ആളുകൾ ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ അശ്രദ്ധയിലാണ്. നമ്മൾ റമളാനിലൊക്കെ പലപ്പോഴും റമളാനിന്റെ അവസാനത്തിലൊക്കെ ഖുർആനിന്റെ പാരായണങ്ങൾക്ക്, ദിക്റുകൾക്ക്, ദുആകൾക്ക്, സ്വതക്കകൾക്ക് എത്ര ആവേശം നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ദുൽഹിജ്ജയോടുള്ള നമ്മുടെ സമീപനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കി, എങ്ങനെയാണ് ദുൽഹിജ്ജയെ സാധാരണ ഒരു ശനിയും ഞായറും തിങ്കളൊക്കെ കടന്നു പോകുന്നത് പോലെയാണ് നമ്മുടെ ആയുസ്സിൽ പലപ്പോഴും ദുൽഹിജ്ജയുടെ ആദ്യ 10 കടന്നു പോകുന്നത്. ഈ ഖുതുബയിലൂടെ നമ്മൾ ഓരോരുത്തരും അത്തരം നമ്മുടെ ആയുസ്സിൽ ഏതൊക്കെ ദുൽഹിജ്ജകൾ അങ്ങനെ കടന്നുപോയിട്ടുണ്ടോ അതുപോലെ കടന്നു പോകരുത്. നമ്മുടെ ദുൽഹിജ്ജയുടെ ആദ്യ ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത്. ഇനിയുള്ള ഓരോ സമയങ്ങളും നമ്മൾ അതിൻ്റെതായ പവിത്രത മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ശ്രേഷ്ഠതയുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ 2 സ്ഥലങ്ങളിൽ ദുൽഹിജ്ജ ആദ്യ 10 ബന്ധപ്പെട്ട് അതിന്റെ ഫളിൽ അറിയിക്കുന്ന ഖുർആനിൽ 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്താണ്. എന്താണ് ആയത്ത്? ലി യശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും ബിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. വിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകാനും അതേപോലെ അള്ളാഹു പ്രത്യേകമായി നിശ്ചയിച്ച ദിവസങ്ങളിൽ 4 കാലി മൃഗങ്ങൾ അറുത്തും അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി കഴിക്കാനും അതേപോലെ തന്നെ ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് ഭക്ഷിക്കാനും വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അങ്ങനെ പാവങ്ങൾക്ക്, മിസ്കീനുമാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശായത്തില് ഇവിടെ അയ്യാമിൻ മഅലൂമാത്ത് എന്ന പ്രയോഗം എന്താണ്? അതിന്റെ അർത്ഥം നിശ്ചിതമായ, നിർണയിക്കപ്പെട്ട ദിവസങ്ങൾ. ഇവിടെ തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാം, അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ നിർണിതമായ, നിശ്ചയിക്കപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇതിന്റെ ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന്. ഇബ്നു അബ്ബാസ്, അബൂ മൂസൽ അശ്അരി ഇങ്ങനെയുള്ള സ്വഹാബിമാരുടെ ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ എടുത്തു കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്ക് സുപരിചിതമായ സൂറത്തുൽ ഫജ്റിലെ ആയത്താണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ വശഫ്ഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വല്ലയാലിയൽ അശ്ർ, 10 രാവുകൾ എന്ന് പറഞ്ഞാൽ 10 ദിനങ്ങളാണ്. ആ 10 ദിനങ്ങളുടെ ഉദ്ദേശം എന്താണ്? അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ. അദ്ദേഹം പറയാണ്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇതിന്റെ ഉദ്ദേശം വലയാലി അശ്ർ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കമാ ഖാലഹും ഇബ്നു അബ്ബാസ്, എന്നിട്ട് അദ്ദേഹം സഹാബികളുടെ പേരുകൾ എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വശഫ്ഇ വൽ വത്ർ എന്ന ആയത്ത്, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആയത്ത്. എന്താണ് ഒറ്റ, എന്താണ് ഇരട്ട? നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അന്നൽ വത്റ യൗമ അറഫ, ഒറ്റ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 യൗമ അറഫയാണ് ഉദ്ദേശിക്കുന്നത്. ലി കൗനിഹി താസി, അത് ദുൽഹിജ്ജയുടെ 9 വ അന്ന ശഫഅ, എന്നാൽ ഇരട്ട എന്താണ്? ഇരട്ട എന്ന് പറഞ്ഞ യൗമുൻ നഹർ, അത് ബലിയുടെ ദിനമാണ്. ലി കൗനിഹിൽ ആശിർ, അത് ദുൽഹിജ്ജ 10 വഖാലഹു ഇബ്നു അബ്ബാസ് വഇക്രിമ വല്ലഹാഖ ഐലൻ, ഇങ്ങനെയുള്ള സഹാബികളൊക്കെ റളിയല്ലാഹു അൻഹും പറഞ്ഞ റിപ്പോർട്ടുകളാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നമുക്ക് എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നു തന്നെ നമുക്ക് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അവിടെ ഹദീസുകളിലേക്ക് പോയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠത എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇബ്നു ഹജർ അസ്ഖലാനി, നമുക്കറിയാം ഇമാം ബുഖാരിയുടെ സ്വഹീഹിന്റെ അവിടെ ശറഹ് എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ ശ്രേഷ്ഠത നൽകിയത്. അദ്ദേഹം പറയുന്നു, വല്ലദി യൽഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി വഹിയ അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജു വലാ യതഅത്ത ദാലിക ഫീ ഗൈരിഹി. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകമായ പ്രമുഖങ്ങളായ എല്ലാ ഇബാദത്തുകളും ഈ 10 ദിനങ്ങളിൽ സംഗമിക്കുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിനങ്ങളെ ശ്രേഷ്ഠമാക്കിയത്. ഒരു വർഷത്തിലെ വേറെ ഒരു ദിവസങ്ങളിലും ഇത്തരം ഒരു ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്ന ഒരു സമയം വേറെ ഇല്ല എന്നാണ്. അവിടെ നമസ്കാരം വരുന്നുണ്ട്, സാധാരണ നമ്മൾ നിർവഹിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ നോമ്പ് വരുന്നുണ്ട്, സിയാം സ്വതക്ക ദാനധർമ്മം വരുന്നുണ്ട്. എന്നാൽ വേറൊരു സമയത്തും ഇല്ലാത്ത ഹജ്ജും ഈ ദുൽഹിജ്ജയുടെ ദിനങ്ങളിലാണ് വരുന്നത്. ഉംറ, അതേപോലെ തന്നെ ബലികർമ്മം പ്രത്യേകമായി യൗമുൻ നഹറിന് പഠിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന മറ്റു ദിവസങ്ങളില്ല. അതുകൊണ്ടാണ് ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഇതിന് ഫള് കൽപ്പിച്ചത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ഈ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ഇബ്നു അബ്ബാസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി. അതായത് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിലെ കർമ്മങ്ങളെക്കാൾ പുണ്യമേറിയ മറ്റു കർമ്മമില്ല. അപ്പോൾ പ്രവാചകനോട് ഖാലു, സഹാബികൾ ചോദിക്കാണ്, വലൽ ജിഹാദ്, അള്ളാഹുവിന്റെ റസൂലെ ജിഹാദിനുമില്ലേ? ജിഹാദ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുണ്യമുള്ള കാര്യമാണ്, ആ ജിഹാദിനുമില്ലേ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാണ്. റസൂല പറയാണ്, വലൽ ജിഹാദ്, ജിഹാദിനുമില്ല. അത്രയും അധികം പുണ്യം ഈ ദിനങ്ങളിൽ ചെയ്യുന്ന ദിക്റുകൾക്ക്, ദുആകൾക്ക്, ഇബാദത്തുകൾക്ക് ഒരു മനുഷ്യന് അതിലൂടെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നാണ്. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. എന്നാൽ ഒരാളെ പ്രവാചകൻ അതിൽ നിന്ന് ഒഴിവാക്കി. ആരാണ്? ശത്രുവിനെ നേരിടാൻ സ്വന്തം ശരീരവും സമ്പത്തും കൊണ്ടുപോയി അതൊന്നും തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും ചെയ്തവൻ ഒഴികെ. അല്ലാതെ ജിഹാദിൽ പങ്കെടുക്കുന്ന ആളുകളെക്കാളും വലിയ പ്രതിഫലം ഈ ദിവസങ്ങളിലെ കർമ്മങ്ങൾക്കുണ്ട് എന്നാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ്, ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനത്തെക്കാൾ അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠമായ വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ മറ്റു ദിനങ്ങളില്ല. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ഈ ദിനങ്ങളിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ ഹദീസിന്റെ ബാക്കി. ഫാക്സിറു, നിങ്ങൾ അധികരിപ്പിക്കുക, ഫീഹിന്ന, ഈ ദിനങ്ങളിൽ എന്താണ് അധികരിപ്പിക്കേണ്ടത്? മിനത് തഹ്ലീൽ, തഹ്ലീൽ അധികരിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വത്തക്ബീർ, അതേപോലെ അല്ലാഹു അക്ബറുകൾ, തക്ബീറുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ വത്തഹ്മീദ്, അൽഹംദുലില്ലകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അവസാനത്തെ റമളാനിലൊക്കെ അവസാനത്തിൽ നമ്മൾ ഒരു സമയവും നഷ്ടപ്പെടുത്താതെ ഖുർആൻ എടുത്തോതുകയും ദിക്റുകളുടെ കാര്യത്തിലും നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ദുൽഹിജ്ജയിലേക്ക് അത് കടന്നു വരുന്നില്ല? ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും എമ്പാടും ഇതിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കടന്നു വരാത്തത്? അതുകൊണ്ട് തന്നെ നമ്മൾ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ നമുക്ക് എന്ത് ചെയ്യണം? ദിക്റുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്തരം സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ നമസ്കാരത്തിന്റെ കാര്യം എന്താണ്? ദുൽഹിജ്ജയുടെ ഈ 10 ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ആ നന്മകൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഒന്ന്, നമസ്കാരത്തിന്റെ കാര്യം. നമ്മൾ മുമ്പ് ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ ഒരിക്കൽ വിവരിച്ചിരുന്നു. അത് അസ്വലാത്തു അലാ വഖ്തിഹ. പലപ്പോഴും ളുഹർ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞ് ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത്? വളരെ നിസ്സാരമായി അതിന്റെ സമയം തെറ്റിയൊക്കെയാണ് നിർവഹിക്കുന്നത്.
അള്ളാഹു ശ്രേഷ്ഠമാക്കിയ, അള്ളാഹു മഹത്വം കൽപ്പിച്ച ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നിർബന്ധമായ ആരാധനകളെ ഒന്നുകൂടി കണിശമായി അത് ജമാഅത്തായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെയുള്ള സുന്നത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റവാത്തിബു സുന്നത്തുകൾ 12 റക്അത്തുകളുണ്ട്. മൻ സാബറ അലാ ഇസ്നത്തൈ അശറത റക്അ, ഒരാള് രാത്രിയും പകലുമായി നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും 12 റക്അത്തുകൾ നിർവഹിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏതൊക്കെയാണ്? അർബഅൻ ഖബല ളുഹർ, ളുഹറിന് മുമ്പ് 4, വറകഅത്തൈനി ബഅദഹ, ളുഹറിന് ശേഷം 2, വറകഅത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2, വറകഅത്തൈനി ബഅദൽ ഇശ, ഇശക്കു ശേഷം 2, വറകഅത്തൈനി ഖബലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് 2. ഇങ്ങനെ 12 റക്അത്തുകൾ. ഇതൊക്കെ നമുക്ക് ശീലിക്കാനും നമുക്ക് ആ നന്മകളുടെ ഒരു സാധാരണ ദുൽഹിജ്ജക്ക് മുമ്പ് ചെയ്ത കൂലിയല്ല, ദുൽഹിജ്ജയിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ പ്രതിഫലം വർദ്ധിക്കുകയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളം നിർവഹിക്കാൻ, പ്രത്യേകിച്ച് പള്ളിയിലേക്ക് കയറുമ്പോൾ തഹിയ്യത്ത് നമസ്കാരങ്ങൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അതേപോലെ വുളു എടുത്തിട്ടുള്ള നമസ്കാരം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടി പ്രവാചകൻ സ്വർഗത്തിൽ കണ്ടത്, സ്വർഗത്തിൽ ആ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ ഹദീസിൽ അദ്ദേഹം വുളു എപ്പോൾ എടുത്താലും അദ്ദേഹം വുളു പുതുക്കുമായിരുന്നു എന്നാണ്. ഒരു ഇബാദത്തുകൾക്കല്ലാതെ തന്നെ വുളുവോടെ ഇരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ വുളു ചെയ്താൽ 2 റക്അത്ത് അദ്ദേഹം നിസ്കരിക്കും. ആ നമസ്കാരമാണ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം നന്മകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിക്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ഹദീസിൽ കാണാം, സഹീഹ് മുസ്ലിമിൽ കാണാം, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് 4 വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 വചനങ്ങൾ. ഇനി കലിമാത്തുൽ ഖംസ് എന്ന് പറഞ്ഞ, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ സൂറത്തുൽ കഹ്ഫിലെ ആയത്തിനെ വിശദീകരിച്ച് എന്താണ് കലിമാത്തുൽ ഖംസ് ആണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിൽ 5 കലിമത്തുകൾ, ഇതിൽ 5ാമത്തെ കലിമത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ കലിമത്തുകളെല്ലാം ഇവയിൽ എന്തുകൊണ്ട് തുടങ്ങിയാലും അത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. തക്ബീർ എന്ന് പറയുന്നത് ഈ ദിനങ്ങളിൽ, ഈ അറഫയുടെ ഈ ദിനങ്ങളിലൊക്കെ, പിന്നെ ഇബ്നു ഉമർ എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, പ്രവാചകനെ മുത്തബിയുസ് സുന്നയാണ്, പ്രവാചകനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ഇത്തിബായ് ചെയ്ത സഹാബിയാണ്. പ്രവാചകൻ ഒരു ഭാഗത്തൂടെ കുറച്ചു നടന്നു പോയാൽ അവിടം വരെ നടന്ന് തിരിച്ചു പോരും. അത്രയും പ്രവാചകൻ അനുധാവനം ചെയ്ത ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോയി ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കുകയും അത് കേട്ട് ആളുകൾ ഏറ്റുചൊല്ലുകയും ചെയ്യാറുണ്ടായിരുന്നു. അത് സംഘടിതമായി ചൊല്ലി എന്നല്ല, അദ്ദേഹം മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി അദ്ദേഹം ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്ന ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, റമദാൻ മാസത്തിലെ അവസാനത്തെ 10നാണോ ശ്രേഷ്ഠം, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്കാണോ? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താ? ദുൽഹിജ്ജയിലെ ആദ്യ 10 പകലുകൾ റമദാനിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യ 10 രാവുകളെക്കാൾ ശ്രേഷ്ഠം റമദാനിലെ അവസാനത്തെ രാവുകൾക്കു തന്നെയാണ്. പകലുകൾ നോക്കുമ്പോൾ അവസാനത്തെ പകലുകളെക്കാളും ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ പകലുകൾക്കുണ്ട് എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര ഉദ്ധരണികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മുൻഗാമികൾ ഈ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട അവരുടെ സമീപനം എന്തായിരുന്നു? സഈദ് ബിനു ജുബൈർ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, ഈ 10 രാവുകളിൽ നിങ്ങളുടെ വിളക്കുകൾ അണക്കരുത്, ആ സമയം ഇബാദത്തുകൾ ചെയ്യണം. അറഫാ ദിനത്തിൽ നോമ്പെടുക്കാനായി നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ ഉണർത്തുകയും ചെയ്യണം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ വന്നിരിക്കുന്നു. ഈ ദിനങ്ങൾ നന്മകൾക്ക്, കർമ്മങ്ങളിലും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളും തിരക്കുള്ള ദിനമാണ്. ഈ പുണ്യദിനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അദ്ദേഹം പ്രത്യേകമായി പറയാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 പ്രവാചകന്റെ ഇബാദത്തുകൾ എങ്ങനെയായിരുന്നു? സഹാബികൾ പറയാണ്, പ്രവാചകന്റെ ഇബാദത്ത് നേരിട്ടു കണ്ട, പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബികൾ പറയാണ്, ഫൈദാ ദഖലത്തിൽ അശ്ർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകൻ ദുൽഹിജ്ജയിലെ ആദ്യ 10ലേക്ക് പ്രവേശിച്ചാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈ, കണക്കാക്കാൻ കഴിയാത്ത വിധം പ്രവാചകൻ വലിയ പരിശ്രമം ദുൽഹിജ്ജയുടെ ആദ്യ 10ൽ നിർവഹിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ദുൽഹിജ്ജയോടുള്ള സമീപനം മാറണം. ധാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക്
ഈ ദിനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ദുൽഹിജ്ജയിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട നോമ്പാണ് ദുൽഹിജ്ജ 9 നോമ്പ്. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ അൻ ബഅലി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണ ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിൽ 9 നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇതിനെ 2 രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 എടുത്തിരുന്നു എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ പ്രവാചകൻ നോമ്പെടുത്തിരുന്നു എന്നാണ്. ഇനി അതല്ല, ഇത് ദുൽഹിജ്ജ 9 നോമ്പാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് 2 രൂപത്തിലും വിശദീകരിച്ച് ഈ ഹദീസുകളെ വെച്ചുകൊണ്ട് ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ എന്ത് ചെയ്യാം, നോമ്പനുഷ്ഠിക്കാവുന്നതാണ് എന്ന് പ്രത്യേകമായി നമുക്ക് ഹദീസുകളിൽ നിന്നും അതിന്റെ ശറഹുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദുൽഹിജ്ജ 9 അറഫ നോമ്പ്, ആ നോമ്പ് അറഫ ദിനവുമായി ബന്ധപ്പെട്ട് അതിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസുകളിൽ പ്രത്യേകമായി ആ നോമ്പ് വന്നു. ഈ ദിനങ്ങളിൽ ചെയ്യുന്ന നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ നോമ്പിനെ പറ്റി പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. ഹദീസിൽ കാണാം, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാം, വസുഇല അൻ സൗമി യൗമി അറഫ, അറഫ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ ഫഖാല, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ചെറുപാപങ്ങൾ ഒരു നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ ആ നോമ്പിന്റെ മഹത്വം എത്രയാണ്? 2 വർഷത്തെ, കഴിഞ്ഞുപോയതും 1 വർഷത്തെ, വരാനിരിക്കുന്ന 1 വർഷം. ഇനി വരാനിരിക്കുന്ന 1 വർഷത്തിലേക്ക് തെറ്റുകൾ പാപങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് ആണോ? അല്ല. സ്വാഭാവികമായും ഒരാളിൽ വരാൻ സാധ്യതയുള്ള പാപങ്ങൾക്ക് അറഫ നോമ്പിലൂടെ അത് പരിഹാരമാണ് എന്നാണ്. എത്ര വലിയ പുണ്യാണ് അറഫ നോമ്പിന്റെ പുണ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും നമ്മുടെ കുടുംബത്തെ നോമ്പനുഷ്ഠിപ്പിക്കാനും നമുക്ക് എന്ത് ചെയ്യണം, അതിന് പ്രേരിപ്പിക്കാനും നമുക്ക് എന്ത് ചെയ്യണം, പ്രത്യേകമായി സാധിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് ഇസ്തിഗ്ഫാറുകൾ നമുക്ക് എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. ഈ ദിനങ്ങളിൽ നമുക്ക് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. നമുക്കറിയാം, പുണ്യ ദിനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് പാപങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറയുക എന്നുള്ളത്. പാപങ്ങൾ ചെയ്ത വ്യക്തി അള്ളാഹുവിലേക്ക് ഏറ്റുപറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. അവന്റെ ജാഹിലിയത്തിൽ അവൻ പാപങ്ങൾ ചെയ്തവനാണ്, പക്ഷെ അള്ളാഹുവിന്റെ കിതാബിലും പരലോകത്തും അവൻ പാപം ചെയ്യാത്തവനെ പോലെ ഒരു പാപം ചെയ്തവൻ വരും. എങ്ങനെ? അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഒരാൾ പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ അവൻ പാപമില്ലാത്ത പാപങ്ങളൊന്നുമില്ലാത്ത വിശുദ്ധനായി അവൻ പരലോകത്ത് വരുന്നതാണ്. തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ ഒരു സൽക്കർമ്മവും നമ്മൾ എന്ത് ചെയ്യരുത്, നിസ്സാരമായി ഈ ദുൽഹിജ്ജയുടെ 10 നമ്മൾ കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ചെറിയ നന്മ പോലും നമുക്ക് നിസ്സാരമാക്കാൻ പാടില്ല എന്ന്. നമ്മളിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ, ചെരുപ്പ് ധരിക്കുന്നിടത്ത് പോലും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുണ്ട്. എന്താ? വലത് കാല് കൊണ്ട് ധരിക്കുക, അഴിക്കുമ്പോഴോ ആദ്യം ഇടതഴിക്കുക, പിന്നെ വലതഴിക്കുക. ഹദീസിലെ വാചകം ഇങ്ങനെയാണ്, ആദ്യം ധരിക്കുന്നതും അവസാനം അടിക്കുന്നതും വലതാവട്ടെ എന്നാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം ഇത്തരം രംഗങ്ങളിലാണ്. ഓരോ രംഗത്തും പ്രവാചകൻ ഇതൊരു ചെറിയ നന്മയാണ്. ഇത് കാലങ്ങളായി ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ എത്ര വലിയ നന്മയായി അയാളിൽ രേഖപ്പെടുത്തപ്പെടും. ഇതൊക്കെ നമുക്ക് ശീലിക്കാൻ ഈ ദുൽഹിജ്ജയുടെ ദിനങ്ങൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മകളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്.
വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, പ്രസന്നവദനായ മുഖവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിനക്കെന്താണ്, അത് പുണ്യമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അറവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ ഈ ദിനങ്ങളിൽ ചെയ്യുന്ന യൗമുൻ നഹർ എന്നാണ് ദുൽഹിജ്ജ 10 ദിനത്തിന്റെ പേര് തന്നെ, ബലിയുടെ ദിനം എന്നാണ്. എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, അയ്യാമു തശ്രീഖിന്റെ 11, 12, 13, 13ാമത്തെ ദിനം വരെ എന്ത് ചെയ്യാം, ആ 4 ദിവസങ്ങൾ എന്ന് പറയുന്നത് അറവിന്റെ ദിനങ്ങളാണത്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠം യൗമുൻ നഹറിന് തന്നെ അറുക്കുക എന്നുള്ളതാണ്. ആ ദുൽഹിജ്ജ 10 ദിവസം അതുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്തിന് നിയത്ത് വെച്ച ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ടത്, അതിനെ അറുക്കുന്നത് വരെ, അത് ചിലപ്പോൾ ദുൽഹിജ്ജ 13 അറുക്കണമെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യണം. അറവ് തന്റെ ഉരു എപ്പോഴാണോ അറുക്കപ്പെടുന്നത്, ആ അറുക്കുന്നത് വരെ എന്ത് ചെയ്യണം, ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിച്ചു, ഇനി അറുക്കുന്നത് വരെ തലമുടി, കക്ഷരോമം, ഗുഹ്യരോമം, മീശ, താടി, ഇത് ഇങ്ങനെയുള്ള നഖം തുടങ്ങിയ അത് വെട്ടാനോ ഒന്നിനും പാടില്ല. താടി എന്ന് പറയുമ്പോൾ അവിടെ നീട്ടി വളർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൗരവം പറയുന്ന ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് നമുക്കറിയാം 7 വരെ നമുക്ക് ഷെയർ ആക്കി നമ്മൾ കൂടാറുണ്ട്. സാധാരണ ആടല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 7 വരെ, എന്നാൽ ഒരാൾക്ക് 7 വരെ തന്നെ ആകണോ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒറ്റക്ക് അയാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ട് ഒരു ഉരുവിനെ ഒന്നിച്ചെറുക്കാൻ, അയാൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ഷെയറിൽ ഒതുക്കല്ല ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും കഴിവും പ്രാപ്തിയും അനുസരിച്ച് എന്ത് ചെയ്യണം, അത് നിർവഹിക്കണം എന്നുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിന്റെ ഗൗരവം പറഞ്ഞ ഹദീസുകൾ എന്താണ്, അവന് പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് കഴിവുണ്ടായിട്ടും അറുക്കാത്തവൻ പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് തന്നെ വരണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. അത്രയും ശക്തമായ പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദുൽഹിജ്ജയുടെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് നമ്മുടെ കുടുംബത്തെയും നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകണം. കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കും, ജൂൺ 2-ാം തീയതി സ്കൂള് തുറക്കും, കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന്റെ ഇടയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിൽ, ദിക്റുകളുടെ അദ്കാറുകളുടെ കാര്യത്തിൽ, സ്വതക്കയുടെ കാര്യത്തിൽ, ബലിയുടെ കാര്യത്തിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായൊരു ശ്രദ്ധ നമ്മളിൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം. അതിൽ നിരതമാകണം. രാത്രികാലങ്ങൾ, അത് രാത്രി നമസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സുബഹിക്ക് മുമ്പ് അതിനുള്ള തഹജ്ജുദുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാകണം. അത്തരം സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികവും നശ്വരവുമാണ്. ഇത് എപ്പോഴാണ് തീരുക എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. അതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ വെക്കാൻ പറ്റിയ, അള്ളാഹുവിന്റെ അടുക്കൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവുകൾ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈകളിൽ, നമ്മുടെ അക്കൗണ്ടിലുള്ളത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. നമ്മൾ ചൊല്ലിയ സുബ്ഹാനല്ലാഹയുടെ വാല്യൂ അപ്പോഴാണ് നമ്മൾ അറിയാ. നമ്മൾ ചൊല്ലിയ അൽഹംദുലില്ലാഹയുടെ വാല്യൂ നമ്മൾ അപ്പോഴാണ് അറിയാ. നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയുമ്പോഴാണ് അവിടെ അതിന്റെ വില നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് സമ്പാദിക്കാനുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടാനുള്ളത് ഇത്തരം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെച്ച അൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബുൻ വ ഖൈറുൻ അമല, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്, എന്നും ശേഷിക്കുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരൻ മുത്തുക്കോയ സാഹിബ് നമുക്ക് പരിചയമുള്ള ഒരാളാണ്. തൗഹീദുള്ള ആദർശം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ദഅ്വാ രംഗത്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നിർവഹിച്ച, അവിടെ ഉള്ള ചെണ്ടയാടുള്ള പള്ളിയും അതിന്റെ നിർമ്മാണം, അതിന്റെ തുടക്കം മുതൽ അതിന്റെ ആ പള്ളി രൂപപ്പെട്ടു വരുന്നിടത്തും അതിന്റെ ഉയർച്ചയിലുമൊക്കെ ഓരോ നിമിഷങ്ങളിലും ഇടപെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്കൊക്കെ പലർക്കും, ഇവിടെ ഇരിക്കുന്ന പലർക്കും നേരിട്ട് പരിചയവും ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ആദർശ വിഷയത്തിൽ കണിശമായി ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാതെ തന്റെ ദീനിന്റെ വിഷയത്തിൽ വളരെ കണിശമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മരണം വാർത്ത നമ്മൾ കേട്ടു. അതിൽ നമ്മളൊക്കെ ജനാസയിലും നമസ്കാരത്തിലും ഒക്കെ പ്രാർത്ഥനകളൊക്കെ പങ്കെടുത്ത ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന്
പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, പോരായ്മകൾ അല്ലാഹുവിനെ അദ്ദേഹത്തിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ അല്ലാഹുവിനെ സ്വീകരിക്കണേ. അദ്ദേഹത്തെ നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവിനെ അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ അല്ലാഹുവിനെ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ അല്ലാഹുവിനെ അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹുവിനെ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.